ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്ന ഒരു അടിപൊളി നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു മൊബൈൽ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ഇല്ല, ആപ്പ് സ്റ്റോറിലും ഇല്ല, എന്നാൽ വെബ്സൈറ്റിലായിരിക്കുമോ? അല്ല, വെബ്സൈറ്റിലില്ല. സോ പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളതല്ലേ. സോ അതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു തരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫുള്ളി VIP അൺലോക്ക്ഡ് വേർഷനാണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തും എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. മീൻസ് 4K അതുപോലെ തന്നെ അൾട്രയിലേക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ട്. സോ ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് HD നിന്നും അൾട്രാ HD വരെ ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം ഫീച്ചർ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൈറ്റിലൊക്കെ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ നൈറ്റിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഡിനോയ്സുകൾ ഉണ്ടാകും നമ്മുടെ ചുറ്റും. സോ ഈ ഡിനോയ്സ് വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ തേർഡ് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ AI ബേസ്ഡ് എഡിറ്റിംഗ് ഒരു ഫെസിലിറ്റി ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് 4K റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ഫീച്ചേഴ്സ്. AI തന്നെ നിങ്ങളുടെ വീഡിയോ ഏത് രീതിയിലേക്ക് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യണോ, എൻഹാൻസ് കുറക്കണോ, അതുപോലെ തന്നെ ക്വാളിറ്റി ഏത് രീതിയിലുള്ള ക്വാളിറ്റി വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ AI ബേസ്ഡ് തന്നെ സ്വിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ആപ്ലിക്കേഷന് മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന, എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി വൈകാതെ തന്നെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എവിടെ നിന്നാണ് കിട്ടുക എന്ന് മനസ്സിലായിട്ടില്ലല്ലോ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നേരെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മളിതിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. അപ്പം നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെലഗ്രാം ചാനൽ. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി അവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. വിങ്ക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ഇമോജിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയി ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഇതൊരു ഇന്ത്യൻ ആപ്ലിക്കേഷനും അല്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് യുവർ വീഡിയോ എന്നാണ് ഫസ്റ്റ് ടൈം തന്നെ ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. സോ അതിനായിട്ട് മുകളിലോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ റീടച്ചിങ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ റീടച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ ആ വീഡിയോയിൽ നമ്മളുടെ തടി, അതായത് നമ്മുടെ വെയിറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമ്മുടെ മുഖത്തിൽ വരുന്ന ഗ്ലോസി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്രീമി ആയിട്ടോ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഫേറ്റ്, നമ്മുടെ ബോഡിക്ക് വരുന്ന എത്രത്തോളം ബോഡി ഫേറ്റ് വേണോ ആ കാര്യങ്ങളൊക്കെയാണ് വീഡിയോ റീടച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ടെംപ്ലേറ്റ്സ് ആണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി റെസ്റ്റോറേഷൻസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിലും നമുക്ക് HD ക്വാളിറ്റിയിൽ നിന്നും അൾട്രാ HDയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. പോർട്രേറ്റ് വരെ കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് കിട്ടുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ VIP എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങളത് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തോളൂ. കാരണം നമ്മൾ തരുന്ന ആപ്ലിക്കേഷൻ VIP-ക്ക് അൺലോക്കാണ്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ AI റിപ്പയർ ആണ്. സോ ഞാൻ പറഞ്ഞു ഇതിൽ AI ബേസ്ഡ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ AI തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഡിനോയ്സ്, 4K HD ഈ കാര്യങ്ങളൊക്കെ AI തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഓക്കെ, പിന്നെ ഉള്ളത് മേക്കപ്പ് ആണ്, പിന്നെ ടൂണ്, നെക്സ്റ്റ് പിന്നെ AI ആനിമി, വാട്ടർമാർക്ക്, പിന്നെ സൂപ്പർ റെസൊല്യൂഷൻ 4Kയിലേക്ക്, പിന്നെ എക്സ്പാൻഷൻ, കൊളാഷ്, ഓക്കെ, ഫ്ലിക്കർ, നൈറ്റ് വ്യൂ, ഹെയർ, നിങ്ങൾക്ക് ഹെയറിൻ്റെ കളർ വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഫേസ് ഞാൻ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഫേസ് ഫേറ്റ് ആണോ, ഫേറ്റ് കുറക്കണോ, നമുക്ക് ഫേസ് ഏത് രീതിയിലാണ് നമ്മുടെ ഫേസ് വേണ്ടുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കളർ മാച്ച്, സ്ക്രീൻഷോട്ട്, ബോഡി,
നമ്മുടെ ബോഡിക്ക് എത്ര ഫീറ്റ് വേണമെന്നുള്ള രീതിയാണ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ ഡിനോയ്സ്, അതായത് നമ്മൾ നൈറ്റിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിനോയ്സുകൾ നമ്മളുടെ വീഡിയോയിൽ ഉണ്ടാക്കും. സോ അതൊക്കെ നമുക്ക് ഡിനോയ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, എറേസർ ഓപ്ഷൻ, ഇതൊക്കെ ഓൾമോസ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ക്രോപ്പും എറേസർ എന്ന് പറയുന്നത്. പിന്നെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻഹാൻസ് പറഞ്ഞാൽ നമ്മളെ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്യാം, അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻഹാൻസ് പറഞ്ഞത്. പിന്നെ റീടച്ച്, സ്കിന്ന്, അതുപോലെ തന്നെ ഓട്ടോ ബ്യൂട്ടി ഉണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് രീതിയിലാണോ ബ്യൂട്ടി നമ്മുടെ ഫോട്ടോക്ക് വേണ്ടത് ആ രീതിയിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെയുള്ളത് പ്ലംബ് ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടോർ, കട്ടൗട്ട്, മോസിക്ക്, ഐസ്, നമ്മളെ കണ്ണ് കുറച്ച് ഉരുണ്ടിട്ട്, അതായത് കുറച്ച് വലിയ കണ്ണ് വേണം, അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഇളക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് ആനിമേഷനാണ്. സോ നമ്മുടെ വീഡിയോക്ക് ഏത് രീതിയിലുള്ള ആനിമേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടത്, ഇൻട്രോയിട്ടും ഔട്ട്റോയിട്ടും ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഇൻ്റർപൊലേഷൻ ആണ്, മ്യൂസിക് ആഡ് ചെയ്യാണ്, സ്പീഡ്, പിന്നെ ജിഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാഗ്നിഫയർ ഉണ്ട്, അതായത് നിങ്ങളൊരു ഫോട്ടോയുടെ ചില ഭാഗം നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ മാഗ്നിഫയർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 3D ഫോട്ടോസ്, കട്ടിങ്, റെക്കോർഡിങ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീഡിയോക്ക് ഇനിയിപ്പോൾ വാട്ടർമാർക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണോ നിങ്ങൾക്ക് ചെയ്യുന്നത് സോ ആ ഒരു വീഡിയോ നിങ്ങളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഇതിൽ 2-3 കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. സോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് കാണിച്ചിട്ട് കേട്ടോ. അതിനായിട്ട് HD എന്ന ഭാഗത്ത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ HD ഉണ്ട്, അൾട്രാ HD ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്. സോ ഞാൻ ഇവിടെ അൾട്രാ HD കൊടുത്തിട്ട് ട്രൈ നോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് സോ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിപ്പയറിംഗ് ആണ്. അപ്പോൾ കുറച്ച് ടൈമിങ് ഇനി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന് ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ റിപ്പയറിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ സൈസ് അനുസരിച്ചായിരിക്കും, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ചായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഞാൻ ഫോട്ടോ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബിഫോർ എന്നും മുകളിലായിട്ട് ആഫ്റ്റർ എന്നും കാണാൻ സാധിക്കും. ബിഫോർ എന്നും ആഫ്റ്റർ എന്നും കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് കാണിച്ചു കേട്ടോ. ഇത് നോക്കി, ഈ ലൈനിന് പോകുന്നതനുസരിച്ച് നോക്കിയാൽ മതി നമ്മളുടെ ഫോട്ടോക്ക് വരുന്ന മാറ്റം. ഓക്കെ, ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ലൈവായി നോക്കുക. ഈ ലൈനിലേക്ക് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ഒരു അൾട്രാ HDയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇതൊരു ഫോട്ടോ ആണ്, ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആഫ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് സേവ് എന്നുള്ള ഒറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അത് സേവ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസും ഇതുപോലെ നിങ്ങൾക്ക് അൾട്രാ HDയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് ഡിനോയ്സിൻ്റെ ഒരു ഓപ്ഷൻ. ഡിനോയ്സ്, അപ്പോൾ നിങ്ങൾക്ക് രാത്രിയിലേക്ക് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിനോയ്സ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതാണോ ഫയൽ ആ ഫയൽ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും, നമ്മളെ ഫയൽ സൈസ് അനുസരിച്ചായിരിക്കും ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ ആയിരിക്കും. സ്കിന്ന് ഞാൻ കാണിച്ചു തരാം. സ്കിന്ന് ഞാൻ എടുത്തു, അതിനുശേഷം സ്റ്റാർട്ട് എന്ന ബട്ടൺ ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുത്തു, അതിനുശേഷം സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ക്രീമി ഉണ്ട്, ഗ്ലോസി ഉണ്ട്, മിസ്റ്റി ഉണ്ട്. സോ നമ്മളുടെ ഫേസിൻ്റെ ഏത് രീതിയാണോ, നിങ്ങൾക്ക് ഗ്ലോസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ അവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ ഗ്ലോസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫേസിലേക്ക് അവിടെ മാറുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ബോഡി. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ബോഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡിൻ്റെ സൈസ് എത്രയാണെന്ന്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ഹെഡിൻ്റെ വലുപ്പം കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് കുറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബോഡി നോക്കാം. ബോഡി നമുക്ക് വലിയ ബോഡി ആക്കണോ നമ്മുടെ ഫേറ്റ്. ഓക്കെ, നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ലെഗിൻ്റെ ലെങ്ത്ത് എത്രത്തോളമാണോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ടോണിൻ്റെ, പിന്നെ ആംസിൻ്റെ
അതുപോലെ തന്നെ എലഗൻറ്റ് നെക്ക് ഉണ്ട്. സോ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഷോൾഡേഴ്സ്, നമ്മളെ ഷോൾഡേഴ്സിൻ്റെ സ്ട്രൈറ്റ് ആണ്. പിന്നെ ടോൾഡ് ഷോൾഡേഴ്സ്. ഓക്കെ, നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും നമ്മുടെ ബോഡിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റീസൈസ്. ഓക്കെ, അത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും യൂസ് ചെയ്യട്ടെ നല്ല രീതിയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലും ചെയ്യാൻ പറ്റും, ഫോട്ടോയിൽ മാത്രമല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. മെസ്സേജ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.